മുട്ടിപ്പാലത്ത് ആവശ്യം പോലെ കളേഴ്സ് ഉണ്ടല്ലോ. ഉള്ള കളറളേ വന്നേ. എന്റെ വണ്ടിയെ പല്ലക്ക് പോലെ നോക്കേണ്ടത്, അല്ലാതെ തീവണ്ടി പോലല്ല. മനസ്സിലായില്ലടാ? ബാഗിന്ന് പുതിയ ഷർട്ട് എടുക്കടാ. ചക്കിടത്തെ പൊട്ടിക്കോ, ചുക്കുടത്തെ പൊട്ടിക്കോ, കൊച്ചുമലയാളി എത്തിയോ? നാട്ടിലെത്തിയിട്ട് 10-15 ദിവസമായിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ ഓർക്കുന്നത്. എടാ, നിങ്ങളെയൊക്കെ മറക്കാൻ പറ്റുമോ? ആട്ടെ, ബാലരാജു എത്തിയോ? എത്താതെ പിന്നെ വരാന്തയിൽ ചീട്ടുകളി തുടങ്ങി. അത്ര നേരത്തെ തുടങ്ങിയോ? നമ്മുടെ പശുമാഷ് വന്നു. വരാതെ പിന്നെ ആ ബാലരാജും സുധാകരനും വീഡിയോ സാറും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പം വീഡിയോ നമ്മുടെ പാർട്ടി കൂടി. നമ്മുടെ പാപ്പക്കുട്ടി എത്തിയോ? അവളില്ലാതെ ആരെങ്കിലും ചീട്ടുകളി തുടങ്ങും. അവളാ ആദ്യം എത്തിയത്. അവള് ചീട്ട് നിരത്താൻ തുടങ്ങുമ്പോഴേ നമുക്ക് മൂടാകും. താമസിക്കേണ്ട, വേഗം ചെല്ല്. ഞാനിപ്പോ വന്നേക്കാം. വേണ്ട, കറങ്ങിട്ട് വന്നാ മതി. ആ വേഗം വിട്. നമ്മുടെ കൊള്ളം മുതലാളി ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ദീർഘായുസ പറഞ്ഞ് നാവെടുത്തില്ല. അതിനു മുമ്പ് ആളെത്തിക്കഴിഞ്ഞു. ഇനി ആദ്യം മുതൽക്കിടാം. ഈ ചീട്ടുകളിക്ക് വേണ്ടി 15 കിലോമീറ്ററോളം യാത്ര ചെയ്ത് മുട്ടിപ്പാലത്തെത്തി വരുമ്പോഴത്തേക്കും മനുഷ്യനാകെ വിയർത്ത് തളർന്നിരിക്കും. എന്താ ക്ഷീണം മാറ്റാൻ വല്ല ടാബ്ലറ്റ്സും തരേണ്ടി വരുമോ? ടാബ്ലറ്റ്സ് എന്തായാലും വേണം. അത് കഴിഞ്ഞൊരു ബെഡ് റെസ്റ്റും വേണം. ആളെ കൊണ്ടുവന്നിട്ടുണ്ടോ? റെസ്റ്റ് ഒക്കെ പിന്നെയാവാ, ഇപ്പൊ ചീട്ടെടുക്കണേ. ഈ ചീട്ടുകളി നമ്മുടെ ജനതയെ കളിച്ചു പടുത്ത കാര്യമാ. ബാലരാജു, മീനപ്പറട്ടിക്ക് കോഴിപ്പുര നടത്തിയില്ല. ശിവരാത്രിക്ക് എങ്ങനെ നടത്തണ്ടേ? നമ്മുടെ കോഴിമൂപ്പന്റെ ശൗര്യം ഒന്ന് കാണേണ്ടതായിപ്പോ. ആട്ടെ, നിന്റെ കോഴിയോ? അവൻ നല്ല റേസിൽ നിൽക്കുക. കൈ എവിടുന്ന് മാറ്റിട്ട് പറ. എന്തായാലും ഈ ശിവരാത്രിക്ക് നമുക്ക് പന്തയം വെക്കാം. ശിവരാത്രി നമുക്കും കോഴിക്ക് മാത്രമേ ഉള്ളൂ, പോലീസിനില്ല. കഴിഞ്ഞ തവണ തന്നെ പോലീസ് നോട്ട് ചെയ്തിട്ടുണ്ട്, അറിയാമോ? ഇപ്പൊ ഈ ദമ്പറുള്ളപ്പോഴാണ് നിങ്ങൾ പോലീസിന്റെ കാര്യം പറയണേ. നോക്കിയാ ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ടല്ലോ. ഫോൺ പിന്നെ വിളിക്കാ. ഫോണിന്റെ ബില്ലടക്ക നീ ആദ്യം. നിങ്ങളുടെ പന്തയക്കോഴി റെഡിയാണോ? റെഡി ആവാതെ ഞാനിത് പറയൂ? കൂകണ കേട്ടാ. അതിന്റെ ലഞ്ച് സമയമായി. തീറ്റ കൊടുത്തേക്ക്. എടാ പപ്പനാബാ, നമ്മുടെ പോരാളി അവന്റെ ആവശ്യം വിളിച്ചറിയിച്ചിട്ടുണ്ട്. ക്രിസ്മസ് വണ്ടിപ്പരിപ്പും റെഡിയാ. അത് പിന്നെ കൊടുക്കാടാ. നീ ആദ്യം അവനൊരു ഗ്ലാസ് ബിയർ കൊടുക്ക്. നിനക്ക് വേണോടി? കുറച്ച് കഴിയട്ടെ. എന്താ കോഴിക്ക് ക്രിസ്മസും ബീറുവോ? എന്നിട്ട് മനുഷ്യനായി എനിക്ക് നിങ്ങൾക്ക് വേസ്റ്റാ. അവൻ പറഞ്ഞത് കേട്ടോ. കറക്റ്റ് അല്ലേ? നിങ്ങളുടെ കോഴിക്ക് എന്താ കൊടുക്കുന്നത്? അതിന് ബദാം പരിപ്പ് ഇരുന്നിട്ട് ഗ്യാസാ. 1 കിലോ ചുവന്നുള്ളിയാ ഒരു ദിവസം. അതല്ലേ ഇത്ര പൗരുഷം. താമസം അടുത്ത ബുധനാഴ്ച പന്തയം. പ്ലേസ് എവിടെയാ? ഇതെന്താ ചോദിക്കാനല്ലേ? സത്യന്റെ തോട്ടത്തില്.